ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ. ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് മാച്ചു കളഞ്ഞ് അതോടൊപ്പം തന്നെ തട്ടമണിയിക്കുന്നു. എന്ത് സന്ദേശമാണ് ഈ സുഹൃത്തുക്കൾ കേരള സമൂഹത്തിന് നൽകുന്നത്? അതിന് സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്വന്തം സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട്, അതായത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പൊട്ടുതൊടുക എന്നുള്ളത്. ആ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ഈ പൊട്ട് മായ്ക്കുന്നവർ അറിയാതെ തന്നെ ആ സംസ്കാരത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല, കാരണം ഈ സൗഹൃദത്തിന്റെ ഫലമായി വേണമെങ്കിൽ തട്ടമിടാം, പക്ഷെ ആ വീഡിയോയിൽ കൃത്യമാണ് പൊട്ടിനെ മാച്ചു കളയുന്നു. അതാണ്, അതായത് സനാതന ധർമ്മത്തെ നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി ട്രെയിൻഡ് ആൾക്കാരാണ് എല്ലാ സ്ഥലത്തും. മദ്രസ വിദ്യാഭ്യാസത്തിൽ കൂടി കിട്ടുന്ന അതിൻ്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന സംഭവ വികാസമാണിത്. ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ് ഹിന്ദു ധർമ്മത്തെ, ഹിന്ദു വിശ്വാസത്തെ, രാഷ്ട്രബോധത്തെ ഇതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ്ങിൽ അവർക്ക് കൊടുക്കുന്ന മറ്റൊന്നുള്ളതാണ് ഈ സൗഹൃദം നടിക്കുക എന്നുള്ളത്. ലവ് ജിഹാദ് തുടങ്ങിയ സമയത്ത് ഇത് തന്നെയായിരുന്നു ആക്കിയിരുന്നത്. അതിൽ ആൺകുട്ടികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ലവ് ജിഹാദിന് തയ്യാറെടുക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ അതിനെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ പേരൂർക്കടയിൽ പത്തനംതിട്ടയിൽ MBAക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി, ഒരു ഹിന്ദു പെൺകുട്ടി, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടി, ഈ രണ്ടു പേരും പത്തനംതിട്ടയിൽ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടികളെ ലവ് ജിഹാദ് നടിച്ചുകൊണ്ട് പിന്നാലെ നടന്നത്, പ്രേമം നടിച്ചുകൊണ്ട് പിന്നാലെ നടന്നത് ആൺകുട്ടികളായിരുന്നു. പക്ഷേ ആൺകുട്ടികളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ സ്വീകരിച്ചതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ആ ആൺകുട്ടികളുടെ ഉമ്മയും സഹോദരിമാരുമായിരുന്നു. അതുമാത്രമല്ല, അവർ വീടുകളിൽ നിന്ന് അവസാനം പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അവരെ മലപ്പുറത്ത് അവരുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികൾ മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ. അപ്പം ഈ നിലയ്ക്ക് എല്ലാ കാലത്തും പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും പങ്കുണ്ടായിരുന്നു ഇസ്ലാമിക. അല്ല, അതാണ് നാം ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അപ്പൊ ഈ ചെറിയ പെൺകുട്ടികളെ മനസ്സിൽ പോലും ഈ പൊട്ട് ഹറാമാണ്. അതെങ്ങനെ കടന്നു കയറുന്നു? അത് കയറുന്നത് ഇവരുടെ പഠിത്തത്തിൽ കൂടിയിട്ട്. കാരണം ഹൈന്ദവീയമായുള്ള സർവവും അമുസ്ലിമുകളായിട്ടുള്ള സർവവും ഇസ്ലാമികമായിട്ടുള്ള ആ ഇസ്ലാമികമല്ലാതായിട്ടുള്ള സർവവും അതിനെ മുഴുവൻ എതിർക്കുക എന്നുള്ളത് ഇവർ പഠിക്കുന്നതാണ്. ആ പഠിത്തം വരുന്നത് ഈ മദ്രസകളിൽ നിന്നാണ്. അത് ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത്, ഒരു പുസ്തകത്തിൽ നിന്ന്. അത് പലരും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അവരുടേതല്ലാത്ത കാര്യങ്ങളെ മുഴുവൻ എതിർക്കുക, നശിപ്പിക്കുക, ആ കൂട്ടത്തിൽ തന്നെ ഹൈന്ദവീയമായുള്ള സർവ്വചിന്താഗതികളെയും അതും കൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ചെറുപ്പത്തിൽ തന്നെ പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം ഇത് നടക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ഈ വിഭാഗം ഭൂരിപക്ഷമായിരിക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും. പൊട്ട് മായ്ക്കുന്നതോടുകൂടി തന്നെ ഇനി പൊട്ട് തൊട്ടാൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി അവിടെ കൊടുക്കും മിക്കവാറും. നമുക്ക് കാണാൻ പറ്റില്ല. ഈ എതിർക്കുന്നവർക്ക് പറയാം, അവർ കുട്ടികളല്ലേ, അതെ, തട്ടമിടുന്നത് ഒരു കൗതുകത്തിനിടാം. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊട്ട് മായ്ക്കുന്നത്, പൊട്ട് തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. അതാണ്. അപ്പം ഏത് നിലയ്ക്കും പൊട്ട് തൊടുക എന്നുള്ളത് തന്നെ നേരത്തെ നമ്മളെ ഇപ്പോഴത്തെ ഇതില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ സിന്ദൂർ എന്നുള്ള വെറുതെ കൊടുത്തൊരു പേരല്ലല്ലോ. ആ സിന്ദൂരത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അവിടെ പിന്നെ അത് വിധവകളെ കുറിച്ചിട്ടാണെങ്കിൽ, ഇവിടെ നടക്കുന്ന വിധവകളല്ലെങ്കിലും ഹിന്ദു പെൺകുട്ടികളുടെ മനോവീര്യം തകർക്കാൻ കൂടി അത് ഉപയോഗിക്കും. മനോവീര്യം തകർക്കാമല്ലോ. ഇതിനെതിർക്കുന്ന ആൾക്കാർ ആ വീട്ടിലെത്തുന്ന സമയത്ത് അവൾ പറയില്ല, പേടിച്ചിട്ട്. അല്ല, ഇത്തരക്കാരെ പദ്ധതിയും അതാണല്ലേ, ഈ കുറി തുടർന്നത് തെറ്റാണ്, കയ്യിൽ ചരടുക എത്തുന്നത് തെറ്റാണ്, ഇത്തരം ഇതെല്ലാം അപമാനിക്കും. ഇതെന്തായാലും നിങ്ങൾ എന്താ കുറി. അതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഇവരെ സേവ പിടിച്ചു പറ്റുന്ന ഹിന്ദു വിഭാഗമുണ്ട്. ആ ഹിന്ദു വിഭാഗമാണ് ഇവരോടൊപ്പം നിന്നുകൊണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട്.
ഏത് നിലയ്ക്കും ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നടത്തുന്നത് മുഴുവൻ ഇസ്ലാമിക പ്രീണനം. ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് മറ്റുള്ള ക്രിസ്ത്യൻ പ്രീണനം എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ നടത്തുന്നത് മുഴുവൻ ഇസ്ലാമിക പ്രീണനാണ്. അതിൽ ഹിന്ദു നാമധാരികളായ രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ ചോദ്യമാണ് കുട്ടികളല്ലേ. ആദ്യം ചോദിക്കുക എങ്ങനെയാണ്, അവർ അങ്ങനെ ആ തമാശ രൂപത്തിൽ എടുത്താൽ മതി. ആ തമാശയാണ് കാര്യമായി തീരുന്നത്. ഈ കോളേജിൻ്റെ അടുത്തുള്ള ഡ്രിങ്ക്സ് കടകളിൽ, കൂൾ ഡ്രിങ്ക്സ് കടകളിൽ, മൊബൈൽ കടകളിൽ, ഇവിടെയൊക്കെയാണല്ലോ ആദ്യം ലവ് ജിഹാദിൻ്റെ തുടക്കം തുടങ്ങിയത്. അവിടെ പോകുന്ന സമയത്ത് ഒന്ന് കൊടുക്കുന്നവൻ, അവിടെ കട നടത്തുന്നവൻ, അവനുമായുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പുറത്ത് മൊബൈൽ ഇതിൽ അവിടെ നമ്മൾ നമ്പർ നോട്ട് ചെയ്യുന്നത്, ചെറിയ കാര്യങ്ങൾ, ആരും പ്രതീക്ഷിക്കാത്ത ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ തുടക്കം. അതിൽ നിന്നാണ് ഈ രാജ്യത്തിനെ എതിർക്കാനുള്ളൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത്. വെറും ഒരു തട്ടം മാറ്റുക, പൊട്ടുമാറ്റുക, തട്ടം ഇടിയിപ്പിക്കുക, ഇത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു വലിയ സംസ്കാരത്തെ കൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതൊരു പഠനമാണ്, അതവരെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ആ ട്രെയിനിങ്ങിൽ കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് തുറന്നു പറഞ്ഞത് പി ജയരാജനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകൾ അത് തിരിച്ചറിയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും പുറത്തു പറയില്ല. പി ജയരാജൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ പറയില്ല. കാര്യം എന്ത് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഇവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത്, കമ്മ്യൂണിസം തുടങ്ങിയല്ല, പാർട്ടി തുടങ്ങിയത് ആരെ പ്രീണിപ്പിച്ചുകൊണ്ടായിരുന്നു? താഷ്കണ്ടിലെ എന്ന ഒരു വിഭാഗം. മറ്റൊരു കാര്യമുണ്ട്, ഈ ലവ് ജിഹാദിന് ഇരയായിട്ടുള്ളത് അധികവും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ്. എനിക്ക് ഇവിടുത്തെ ഒരു സംഭവം ഞാൻ പറയാം. ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ കുറേ വർഷങ്ങളായി. അദ്ദേഹത്തിന് 2 പെൺമക്കൾ. അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ്, തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുമാത്രമല്ല, ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൾ, കുട്ടി കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒരുത്തൻ്റെ കൂടെ പോയി ജിഹാദിൽപ്പെട്ടിട്ട്. ഈ സമയത്ത് ഇത് നെട്ടോട്ടോടാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് സഖാവിന് അത് മോശമായിപ്പോയി തോന്നുന്നത്. അതുമാത്രമല്ല, അടുത്ത കുട്ടിയും കൂടി കൊണ്ടുപോകാനുള്ള പദ്ധതിയും കൂടി ആവിഷ്കരിച്ചു. അപ്പം ഞാനാണ് അദ്ദേഹത്തിനെ കാണാൻ പോയത്. എൻ്റെ കൂടെ അഡ്വക്കേറ്റ് അഞ്ജന ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി കാണാൻ പോയ സമയത്ത് അയാൾ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയാണ് പോയി. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? ഇല്ല. നിങ്ങൾ സാധാരണ പോകാറുണ്ടോ? ഞാൻ അവർക്ക് പറഞ്ഞു. സാർ അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഇത്തരം നീക്കങ്ങളിൽ രക്ഷിതാക്കൾ ജാഗ്രത അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അത് അവരാണ് ശരിക്കും ജാഗ്രത പാലിക്കേണ്ടത്. കുട്ടികളെ വീട്ടിൽ നിന്ന് ഒരു സംസ്കാരം പകരാൻ വേണ്ടി അതിനാണ് കുടുംബ പ്രബോധൻ എന്നൊരു സംഗതി. കുടുംബത്തിൽ ഇവർ ഒന്നിച്ച് നിൽക്കണ്ടേ? അച്ഛൻ വേറെ മുറിയിൽ, അമ്മ വേറെ മുറിയിൽ, മക്കൾ അച്ഛനെ കാണില്ല, അമ്മ മക്കളെ കാണില്ല, അച്ഛനും മക്കളും കൂടി ഒരുമിച്ചിരിക്കില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, ഒരുമിച്ച് ചർച്ച ചെയ്യില്ല. ഇതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബോധവൽക്കരണം ഈ വിഭാഗത്തിന് വേണ്ടത് കുടുംബങ്ങളിലാണ്. കുടുംബത്തിന് വലിയൊരു റോളുണ്ട് ഈ കാര്യത്തിൽ. അതില്ലാത്തതാണ് ഇതിൻ്റെ മുഴുവൻ കാരണം. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ പോയി തിരുത്തി വരുന്ന സമയത്ത് ആ കുട്ടികളെ ക്രിമിനലുകൾ പോലെ കാണുന്നു, കൊള്ളരുതാത്തവരായിട്ട് കാണുന്നു. പണ്ടുണ്ടായിട്ടുണ്ട്. പണ്ട് കൊട്ടാരത്തിൽ നിന്ന് മലബാറിലൊക്കെ അങ്ങനെ പോയ ആൾക്കാരെ പിന്നെ തിരിച്ച് തൊട്ടു എന്നുള്ള കാരണം കൊണ്ട് തിരിച്ചെടുക്കാത്ത കൊട്ടാര ജീവികളുണ്ടായിരുന്നു. പിന്നീട് ചില ഹിന്ദു സംഘടനകൾ മുമ്പോട്ട് വന്ന സമയത്താണ്, RSS പോലുള്ള സംഘടനകൾ മുമ്പോട്ട് വന്ന സമയത്താണ് അവർ തിരിച്ചെടുക്കാൻ തുടങ്ങിയതും അത്തരം ആൾക്കാരെ ധീരന്മാരായുള്ള ഹിന്ദുക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചൊക്കെ പിന്നീട് കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഒരു കാലത്ത് അങ്ങനത്തെ കേരളത്തിൽ ഈ അനുഭവം ഉണ്ടല്ലോ. ഇപ്പോൾ 4-ലധികം പെൺകുട്ടികളാണ് ഈ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഇങ്ങനെ ഒന്നും സംഭവം നടന്നിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതെന്താണ്? കൺമുൻപിൽ ഒരു അപകടം നടന്നു, അപകടം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴും പലരും പരിഗണിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ ഒരു കാരണം? മതേതരത്വം ഞങ്ങളെങ്ങനെ പറയുന്നു? ആണത്വം നഷ്ടപ്പെട്ട ഹിന്ദു എന്നുള്ളത് അതിന് പറയാനുള്ളൂ. പക്ഷെ മാറ്റം വന്നു പിൽക്കാലത്ത്. കാരണം അനുഭവം ഉണ്ടായ സമയത്ത് ഇവരെല്ലാം ഓടാൻ തുടങ്ങിയ സമയത്ത് കാണാണ്ടവരെ കണ്ടു,
അവർ കൂടെ നിന്നു. ആ സമയത്ത് അപ്പോഴേക്കും അവർക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളൊരു സംഗതി ഹിന്ദുക്കളിടയിൽ കാര്യമായിട്ട് വേണം. ഹിന്ദു വീട്ടുകാരുടെ കയ്യിൽ, കുടുംബത്തിൻ്റെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും. ഇത് സ്കൂളിലേക്കും കോളേജിലേക്കും മാത്രമല്ല, ജോലി സ്ഥലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കാം. അതുകൊണ്ട് ശ്രദ്ധയാണ് നിരപരിഹാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.